ഹായ്, എൻ്റെ പേര് ദേവിക. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് 230 710 മാർക്കും വാങ്ങാൻ സാധിച്ചു. ഇപ്പോൾ ജിപ്മറിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നു. ബ്രില്യനിൽ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. +1 +2 ഞാൻ കീംസ് മാന്നാനത്താണ് പഠിച്ചത്. ഇപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്നതും ഇപ്പോൾ ബ്രില്യനിൽ പഠിച്ചു തുടങ്ങുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബ്രില്യൻറ്റിൽ ചേർന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട് വിട്ട് ഹോസ്റ്റലിലായിട്ട് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം നമ്മളാണല്ലോ എല്ലാം മാനേജ് ചെയ്യേണ്ടത്. പിന്നെ ക്ലാസ് 2-2.5 മണിക്കൂറുള്ള ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യമൊക്കെ ഉറക്കം വരുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത്. ഇപ്പോൾ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കിടന്നുറങ്ങിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം എത്രത്തോളം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നോ അത് നിങ്ങൾ അത്രയും ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നാൽ പിന്നെ ആ പഠിപ്പിച്ച കാര്യം ഒന്ന് ചെറുതായിട്ട് നോക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം സാറുമാർ ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അത് ഒരു വേർഡ് പോലും വിടാതെ പറയുന്നതെല്ലാം ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ നിന്ന് മാക്സിമം പഠിച്ചു പോവുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം സ്ലീപ്പ് ഷെഡ്യൂള് ഉണ്ടാവണം. അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഇരുന്ന് പഠിക്കരുത്. അത് നല്ലതല്ല. കാരണം അടുത്ത ദിവസം ക്ലാസ്സിൽ നമ്മൾ ഉറങ്ങിപ്പോകും. ക്ലാസ്സിൽ ഉറങ്ങിപ്പോയാൽ അന്ന് പഠിപ്പിച്ചത് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യം വരും. പിന്നെ തുടക്കത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സാറന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അത് മാത്രം എഴുതിയെടുക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ തിരിച്ച് ഹോസ്റ്റലൊന്നും അത്ര പോലെ ജോലി കുറഞ്ഞു കിട്ടിയല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ നോട്ട്സ് എഴുതുമ്പം നന്നായി നല്ല രസത്തിൽ എഴുതാം. അതായത് പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് പിന്നെ ഒന്ന് മറിച്ച് നോക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. പിന്നെ എക്സാംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാംസിന് ചിലപ്പോൾ മാർക്ക് കുറയും കൂടും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്ക് കുറയും. എന്ന് വെച്ച് ഇല്ല പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോയാൽ നല്ല മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒപ്പിച്ച് പഠിച്ച് പോരുത്. അത് കുറേ ആൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഒരിക്കലും നമ്മൾ ഒപ്പിച്ച് പഠിക്കരുത്. നമ്മൾ പഠിക്കുന്നത് അവസാനത്തേക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഒന്നും തൽക്കാലത്തേക്ക് പഠിച്ച് മറന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ എത്ര പഠിച്ചാലും മറന്നു പോകും. മനുഷ്യനായതുകൊണ്ടാണ് മറന്നു പോകുന്നത്. അത് കുഴപ്പമില്ല. ഇനി നീറ്റിൻ്റെ ഒരു 2-3 മാസം മുമ്പേ തന്നെ നമുക്ക് ഒരു 5-6 പ്രാവശ്യം ഓരോ ചാപ്റ്ററും പഠിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ തന്നെ റീറ്റെയിൻഡ് ആയിട്ട് നിന്നോളും. പിന്നെ ഓർമ്മയില്ലാത്ത കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വല്ല ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതി നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ടേബിളിന്റെ മുന്നിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ പിന്നെ അത് വായിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾക്ക് എക്സാമിന് നല്ല റാങ്ക് കിട്ടും. ചിലപ്പോൾ അടുത്ത എക്സാമിന് തീരെ മാർക്ക് കുറഞ്ഞ് A+ പോലും കിട്ടത്തില്ല. അങ്ങനെ കുറേ സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല മാർക്കിൽ പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം പരീക്ഷയ്ക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങനെയായിരിക്കും അവസാന പരീക്ഷ എന്ന് ചിന്തിക്കരുത്. ഇപ്പൊ ഉള്ള പരീക്ഷയുടെ മാർക്ക് ഒരിക്കലും നമ്മളുടെ ഫൈനൽ റിസൾട്ടിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യത്തില്ല. ഫൈനൽ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ എഫേർട്ടിന് മാത്രം. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതല്ലാതെ ഇപ്പോഴത്തെ എക്സാമിന് വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ചെയ്യരുത്. അതിപ്പം ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കുറെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം എപ്പോഴും നല്ല മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. മാർക്ക് എപ്പോഴും കുറവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മാർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നീറ്റിന്. അപ്പോൾ ഒരിക്കലും നമുക്ക് നീറ്റിന്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിന് ദൈവാനുഗ്രഹം വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ പഠിച്ചത് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഫൈനലി കിട്ടിയിരിക്കും. അപ്പൊ ഇപ്പൊ ഇച്ചിരി മാർക്ക് കുറവാന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരിക്കലും നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത് പോലും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് നിങ്ങൾ പഠിക്കാം. നിങ്ങളുടെ മാർക്കോ നിങ്ങളുടെ റാങ്കോ ഒരിക്കലും മറ്റുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. അതായത് ഒപ്പം പഠിച്ചു പോകാം. പക്ഷെ ഒരിക്കലും കമ്പയർ ചെയ്ത് നിങ്ങൾ വിഷമിക്കരുത്. പിന്നെ എക്സാം കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് ചില ആൾക്കാർ കരയൊക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. കരയണമെങ്കിൽ നിങ്ങൾ തന്നെ കരഞ്ഞോളാം. കരഞ്ഞാൽ നല്ലതാണ്. കാരണം ചിലർക്ക് അതൊരു പ്രചോദനമാണ് അടുത്തതിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നും. അത് തോന്നണം. ഇച്ചിരി ടെൻഷനും വിഷമം ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പിന്നെ ഭാവി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ നന്നായി പഠിച്ച് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ചിലപ്പം ഈ 2 വർഷം അല്ലെങ്കിൽ 1 വർഷത്തെ പ്രിപ്പറേഷന്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പക്ഷെ ട്രസ്റ്റ് മീ, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ അവസരമാണ്.
ഇപ്പം ജിപ്മറിൽ തന്നെ പഠിക്കാനാണ് ഇവിടെ സമയം കിട്ടാത്തത്. ബാക്കി എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് ഇഷ്ടംപോലെ സമയം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡ്രാമ, സ്പോർട്സ്, അങ്ങനെ എല്ലാം ഇഷ്ടംപോലെ ചാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. എയിംസ് ആയാലും ജിപ്മർ ആയാലും എല്ലായിടത്തും ഉണ്ട്. അപ്പം കോളേജിലെത്തിയാൽ ഇതിനൊക്കെയുള്ള സമയമാണ്. പിന്നെ അപ്പൊ ഇപ്പം നിങ്ങൾ ഒന്ന് കംപ്രസ് ചെയ്ത് വെച്ചാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പിന്നെ അധികം ഓർക്കത്തില്ല. നമ്മൾ ആ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച പോലെ തോന്നത്തുള്ളൂ. പിന്നെ നല്ല മെമ്മറീസ് മാത്രമേ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ഇടുക. ഒരിക്കലും നിങ്ങളത് റിഗ്രറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഇപ്പം പഠിച്ചില്ല, ഇപ്പം സമയം കളഞ്ഞെങ്കിൽ ഭാവിയിൽ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അയ്യോ, വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. പിന്നെ ഞാൻ എങ്ങനെയാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിപ്മറിലെ വിശേഷങ്ങളിലോട്ട് പോകാം. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ തിയറി നന്നായി മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. സാറുമാർ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് ക്ലാസ് നോട്ട് ഹോസ്റ്റലിലോ വീട്ടിലോ വന്നിരുന്ന് ആ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അന്ന് പഠിപ്പിച്ചതിന്റെ ബേസിസിലുള്ള നമ്മളെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അതുകൂടി ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ അന്ന് പഠിപ്പിച്ചത് മൊത്തത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ NCERT, ഇപ്പൊ ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും ബയോളജിക്കായാലും NCERT വായിക്കണം. അപ്പൊ നമുക്കൊരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് NCERT വായിക്കാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ പഠിപ്പിക്കുന്ന ആ ദിവസത്തെ 1-2 പേജോ അല്ലെങ്കിൽ ഏത് പാരഗ്രാഫ് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് അണ്ടർലൈൻ ചെയ്ത് വിടുക. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ 2-3 തവണ NCERT വായിച്ചാൽ മതി. അത് ടോട്ടലി. ബയോളജി ഒക്കെ ഇഷ്ടം പോലെ തവണ വായിക്കണം. 10-15 പ്രാവശ്യം വായിച്ചാലും നഷ്ടമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്. ഒരിക്കലും തിയറി അധികം മനസ്സിലാക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയിട്ട് കാര്യമില്ല. കാരണം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ തിയറി നന്നായി പഠിച്ച ഒരാൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസ് നോട്ടും വർക്ക് ബുക്കും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈബ്രറി ബുക്കിലോട്ട് പോയാൽ മതി. ലൈബ്രറി ബുക്ക് എടുത്തൊരു 100-150 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ പിന്നെ നിങ്ങൾ ആ ചാപ്റ്ററിൽ ഒന്നും തെറ്റിക്കാൻ ചാൻസ് ഇല്ല. ക്ലാസ് നോട്ടും വർക്ക് ബുക്കും ചെയ്ത് തീരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ആ ചാപ്റ്ററിൽ കാണേണ്ടിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ ലൈബ്രറി ബുക്കോ അല്ലെങ്കിൽ ഇ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ലെവൽ 1 and 2 ചെയ്താൽ മതി. അത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ആവാൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓർത്ത് വെക്കാനുള്ള ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ ആയിട്ടുണ്ടാവും, ഉൾപ്പെട്ടിട്ടുണ്ടാവും. കെമിസ്ട്രി, ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ ഉണ്ടല്ലോ. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ഇതുപോലെ തിയറി മനസ്സിലാക്കി ഇക്വേഷൻസ് ഒക്കെ നന്നായി ഓർത്ത് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഫിസിക്സിനെക്കാട്ടിലും എളുപ്പമാണ് ഫിസിക്കൽ കെമിസ്ട്രി. പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി പറയുകയാണെങ്കിൽ അത് ഇപ്പം കുറെ കട്ട് ഷോട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർത്ത് വെക്കാൻ പറ്റുന്നത് ആ രീതി ഓർത്ത് വെക്കാം. ഒരിക്കലും നമ്മൾ വേഗമായിട്ട് പഠിച്ചു പോകരുത്. നമ്മൾ പഠിക്കുന്ന എന്തിനാ? ഓർത്ത് വെക്കാനാ. അപ്പൊ എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് ആലോചിച്ച് നിങ്ങളുടെ രീതിയിൽ ഇപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനോർഗാനിക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ സെന്റൻസ് നോക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സെയിം സെന്റൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഓർക്കും, ഈ സെന്റൻസ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അത് ടെക്സ്റ്റിലേ ആയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ അത് ഓർത്ത് വെച്ചോളും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആദ്യം ബ്രില്യൻ്റ് നോട്ടൊക്കെ ചെയ്യുക. കാരണം ചിലപ്പം ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ബ്രില്യൻ്റ് എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് റിയാക്ഷൻസ് ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ആദ്യം ആ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് നോട്ട് പഠിച്ച് പോകാം. പിന്നെ NCERT വായിച്ചാൽ മതി. നീറ്റൊക്കെ അടുക്കുമ്പോഴത്തേക്ക് NCERT മാത്രം വായിച്ചാൽ മതി. കാരണം മിക്കവാറും NCERT മാത്രമേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. NCERTന്റെ എക്സസൈസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രിക്ക്. പല പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാ റിയാക്ഷൻസും കിട്ടിക്കൊള്ളും. പിന്നെ അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്ലാസ് നോട്ടും വർക്ക് ബുക്കും തന്നെ പിന്നെയും ചെയ്താൽ മതി. കാരണം ചില ലൈബ്രറി ബുക്ക് എടുക്കുമ്പോൾ കുറെ ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടും കാര്യമില്ല. നമ്മൾക്ക് ആവശ്യമില്ല, നീറ്റിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ കൂടുതൽ JEEന്റെ അങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്ത് ചെയ്ത് വലിയ വലിയ പുസ്തകങ്ങൾ എടുക്കും, എന്നിട്ട് തുറന്നു വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങും. അത് ആവശ്യമില്ല. പിന്നെ ബയോളജിന്റെ കാര്യം പറയുകയാണെങ്കിൽ NCERT തന്നെയാണ് ഇമ്പോർട്ടന്റ്. നോട്ട്ബുക്ക് ജസ്റ്റ് ആ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രം റെഫർ ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ NCERTന്റെ ഒരു സൈഡിൽ എഴുതി വെക്കാം. എന്നിട്ട് NCERT തന്നെ പല തവണ വായിച്ചു നോക്കുക. കാരണം നീറ്റ് ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ NCERT ആണ് മനസ്സിലുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക, ഈ പേജിന്റെ ഈ സൈഡിലെ ക്വസ്റ്റ്യൻ, ഈ പേജിന്റെ ഈ ഒരു പിക്ചറിന്റെ താഴെ എഴുതിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ ഓരോ പേജാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പം ഓരോ സെന്റൻസും ഓരോ പാരഗ്രാഫും ഓരോ പിക്ചറും എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ബയോളജി ഒന്നും ഞാൻ ഇനീഷ്യലി ക്വസ്റ്റ്യൻസ് ചെയ്തില്ല, അതൊരു മണ്ടത്തരായിരുന്നു. പിന്നെ അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ NCERT കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ബയോളജി കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സൈഡിലായിട്ട് ചിത്രം വരച്ച് വെക്കുക. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഓരോ ചാപ്റ്ററിനും ചില കാര്യങ്ങൾ ഞാൻ സൈഡിൽ പിക്ചറായിട്ട് എഴുതി വെക്കും. എന്റെ ബയോളജി NCERTയിലെ
കുറച്ച് പേജസ് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ ഓരോ പേജിന്റെ സൈഡിലായിട്ട് ഓരോ പാരഗ്രാഫിനെ കട്ട് ഷോട്ട് ചെയ്ത് ഒരു ഡയഗ്രാമിൽ ഒതുക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ആയാൽ നമുക്ക് ഈ ഡയഗ്രാം മനസ്സിൽ ഓർമ്മ വന്നാൽ മതി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. പിന്നെ NCERT ബ്യൂട്ടിഫുൾ ആക്കി വെച്ചാൽ നമുക്ക് പിന്നെയും തുറന്ന് നോക്കാൻ തോന്നും. അപ്പം പല കളേഴ്സിൽ ഹൈലൈറ്റ് ചെയ്യുക, ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് വെക്കുക, അല്ലെങ്കിൽ ന്യൂമോണിക് ഒക്കെ എഴുതി വെക്കുക. അങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കണ്ടേ. പിന്നെ ജിപ്മറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കോളേജ് ലൈഫ് അടിപൊളിയാ. ഇപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫണ്ണാ. ഇപ്പൊ ഇതുപോലെ പഠിക്കുന്ന പോലെ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പഠിക്കാൻ വിചാരിച്ചാലും പറ്റത്തില്ല. ഇഷ്ടംപോലെ പരിപാടി, ഇഷ്ടംപോലെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് വരും. പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഡ്രാമ, സ്പോർട്സ് എന്തോ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് വരും. അക്കാഡമിക്സും സ്ട്രോങ് ആയിട്ട് അതിന്റെ കൂടെ ഉണ്ടായാൽ മതി. ഇപ്പൊ ഈ ജനുവരി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഓരോ വീക്സിലും ഓരോ പ്രോഗ്രാമാണ്. ഇവിടെ ജിപ്മറിൽ സ്പന്ദൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോഗ്രാമാണ്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ബാഡ്മിന്റൺ കോർട്ട് വേണമെങ്കിൽ അതുണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ എല്ലാ സ്പോർട്സും, യോഗ, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഇന്ത്യയിൽ ഉടനീളം കുറെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ പ്രൊഫസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇന്റർനാഷണൽ ബുക്സിന്റെ എഡിറ്റേഴ്സ്, ഇവരൊക്കെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ചില ആൾക്കാർ വാക്കിംഗ് ടെക്സ്റ്റ് ബുക്ക് പോലെ, അവർക്ക് എല്ലാം അറിയാം. പിന്നെ ഇവിടെ റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. ജിമ്മറിലായിക്കോട്ടെ, എയിംസിലായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കോളേജ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ ഫണ്ണായിട്ട് പുറത്തു പോവാം. ഇവിടെ പുതുച്ചേരിയിലാണെങ്കിൽ ഇഷ്ടംപോലെ ബീച്ചസ് ഒക്കെ ഉണ്ട്, ബീച്ചസും പാർക്സും. അപ്പൊ അവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കുക. അപ്പം ലൈഫ് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം ഭാവിയിൽ ഉണ്ടാവും. അപ്പൊ അത് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. ഈ പഠിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പഠിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റത്തില്ല. എക്സാംസ് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പാസ്സാവും. ഇപ്പം സെമസ്റ്റർ, ഒരു കംപ്ലീറ്റ് സെമസ്റ്റർ നമുക്ക് തലേ ദിവസം ഇരുന്ന് പഠിക്കാനുള്ള കഴിവൊക്കെ നമുക്ക് കോളേജിലെത്തിയാൽ കിട്ടും. ഡെയിലി പഠിക്കൊന്നും ആരും ചെയ്യത്തില്ല. കാരണം ഇഷ്ടംപോലെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഡെയിലി ഒന്നും ആരും പഠിക്കത്തില്ല. പിന്നെ ക്ലാസ്സിലും ചിലപ്പം ബോറൊക്കെ അടിക്കുമ്പോൾ ചില ആൾക്കാർ ഇരുന്ന് ഉറങ്ങും, ചില ആൾക്കാർ ഇരുന്ന് ഫോൺ നോക്കും. അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അതിന്റെ ഇരട്ടി നമുക്ക് കോളേജിലൊക്കെ എത്തിയാൽ സന്തോഷിച്ച് ചെലവാക്കാം. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ലക്ഷ്യം എങ്ങനെയെങ്കിലുമൊക്കെ എക്സാംസ് പാസ്സായി പോവാന്നുള്ളതായിരിക്കും. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇല്ല പോലെ ഒരു 1-2 മാർക്ക് കുറഞ്ഞാൽ ഉണ്ടാവുന്ന വിഷമമൊന്നും കോളേജിലെത്തിയാൽ ഉണ്ടാവില്ല. കോളേജിലെത്തിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അക്കാഡമിക്സിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ഹോബീസ് പഠിക്കുന്ന സമയത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നോ അതിനൊക്കെ നിങ്ങൾ റിവൈവ് ചെയ്തെടുത്തിട്ട് അതൊക്കെ നിങ്ങൾ മാക്സിമം കോളേജിന്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ് നോട്ടിന്റെ വർക്ക് ബുക്കിന്റെ ബാക്കിൽ നമ്മുടെ സീനിയേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവില്ലേ, ടോപ്പേഴ്സിന്റെ. അപ്പം അങ്ങനെ കുറെ സീനിയേഴ്സിനെ ഇവിടെ ജിപ്മറിൽ വന്നിട്ട് കാണാൻ പറ്റി. അതൊരു ഭയങ്കര എന്താ പറയുക, ഡ്രീം കം ട്രൂ അല്ല. കാരണം നമ്മളും അത് കണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു റാങ്ക് വാങ്ങിച്ചിട്ട് ജിപ്മറിലും എയിംസിലൊക്കെ പോയിട്ട് ഇവരൊക്കെ കാണാൻ പറ്റുമോ. അപ്പൊ അവരുടെ കൂടെയൊക്കെ നല്ല ഫ്രണ്ട്സ് ആയി. അപ്പൊ നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുക, ഇതുപോലെ അടുത്ത വർഷം നിങ്ങളുടെ ഫോട്ടോയും ഇതുപോലെ ബുക്സിന്റെ പുറകിലും പോസ്റ്ററിലൊക്കെ ആയിട്ട് വരണമെന്ന് നിങ്ങളും അത് ആഗ്രഹിക്കുക. എന്നിട്ട് അതങ്ങ് നേടുക. അതൊക്കെ നമ്മുടെ എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പൊ നീറ്റ് എഴുതാൻ പോകുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റിസൾട്ടിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ ഏത് കോളേജാണോ നിങ്ങൾക്ക് ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ മനസ്സിൽ വിചാരിച്ച് ആവേശത്തോടെ അങ്ങ് പഠിച്ചു പോവുക. ആവേശമാണ് വേണ്ടത്. കാരണം എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമുണ്ട്, എല്ലാവർക്കും ഒരേ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഒരു ടോപ്പറിനെയും ഒരു സാധാരണ മാർക്ക് വാങ്ങുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ആവേശമാണ്. നമ്മൾ ആവേശത്തോടെ ഇരുന്ന് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്ത് വെക്കാനും കൂടുതൽ നന്നായി പഠിക്കാനും പറ്റുന്നത്. സ്പീഡിൽ വായിക്കണം, ഒരിക്കലും സ്ലോ ആയിട്ട് ഇങ്ങനെ ഉറങ്ങിയിരുന്ന പോലെ പഠിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെയാണോ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ വേണം പഠിക്കാൻ. ഒരിക്കലും നമ്മൾ പഠിച്ചിട്ട് ആ നേരത്തെ അത് വിടരുത്. പഠിക്കുന്നു, എക്സാം എഴുതുന്നു, വിടുന്നു, അങ്ങനെ ഒരു ശീലം ഉണ്ടാവരുത്. നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് നീറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്ലാൻ നിങ്ങൾ ലാസ്റ്റ് തയ്യാറാക്കണം. അപ്പൊ നീറ്റിന് ഒരു 3 മാസം 2 മാസം മുമ്പൊക്കെ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോസ് എടുത്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ പഠിച്ചത്, എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഐഡിയ കിട്ടും. എന്നിട്ട് നീറ്റിന്റെ ഒരു 15 ദിവസം മുമ്പേ, 2 ആഴ്ച മുമ്പേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസിന്റെ വീഡിയോസ് എടുത്ത് കാണാം. അത് ഭയങ്കര മോട്ടിവേഷനാണ്. മനസ്സിലൊരു ഫയർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹം അത് ഭയങ്കര തീവ്രമായ പിന്നെ നിങ്ങൾ ഒന്നും നോക്കത്തില്ല, പഠിപ്പ് മാത്രമായിരിക്കും നിങ്ങളുടെ മെയിൻ തിങ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, മാക്സിമം എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു പോവാം. ബാക്കിയൊക്കെ അങ്ങ് വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കോളേജിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.